ഹലോ, ഞാൻ ടാനിയ ജോയ്. ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്ന നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. അതായത് 275 സെന്റിമീറ്റർ ഇൻറ്റു 275 സെന്റിമീറ്റേഴ്സ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ സെന്റിമീറ്ററിൽ മെഷർമെന്റ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ബെഡ്ഷീറ്റ് ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ ഫുള്ളായിട്ട് തുറന്ന് കാണിച്ചിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ തുറന്ന് കാണിക്കും കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷീറ്റ്, നല്ല കളർ കോമ്പിനേഷൻ ആണ്. നല്ല നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള കാറ്റഗറിയാണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കള്, നല്ല വലിയ പൂക്കളാണ് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ റൗണ്ട്, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, അപ്പൊ റൗണ്ടിലുള്ള ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത നല്ല ഒരു ടേബിൾ ക്ലോത്ത് ആണ്. നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കളുണ്ട് ഈ ടേബിൾ ക്ലോത്തിൽ കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു റൗണ്ടിലുള്ള നല്ല ടേബിൾ ക്ലോത്ത് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ ഈ ടേബിൾ ക്ലോത്ത് ഉണ്ടല്ലോ, നമുക്ക് സൈസ് വരുന്നത് ഒരു 4 സീറ്റിന്റെ സൈസ് ആണ് കേട്ടോ. ഇനി നമുക്ക് കാണിക്കാൻ പോകുന്നത് എല്ലാം നല്ല 100% സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആട്ടോ. നല്ല സോഫ്റ്റ് ആണ്, പ്രീമിയം ക്വാളിറ്റി ആണ്, ത്രെഡ് കൗണ്ട് കൂടുതലാണ്. അപ്പൊ നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ. അതായത് നല്ലൊരു ഗ്രേ കളറില് എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഇതുകൊണ്ട് എന്ത് രസമാണെന്ന് നോക്കിയാൽ പൂവിന്റെ ഭംഗിയുണ്ടല്ലോ, നന്നായിട്ട് എടുത്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരച്ചു വെച്ചതോട് തോന്നും അല്ലെ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഗ്രേ കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാവുമ്പോൾ നല്ല രസമായിരിക്കും. വിരിച്ചാൽ ചെളി പറ്റിയാൽ ഒന്നും അറിയത്തില്ല. ലൈറ്റ് വെയിറ്റ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ കാണിക്കുന്നതും ഫുൾ ആയിട്ടുള്ളത് ലൈറ്റ് വെയിറ്റ് ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ എല്ലാ റേറ്റ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. സോഫ്റ്റ് കോട്ടൺ ആണല്ലോ. ഇനി മഞ്ഞ കളർ, ആക്ച്വലി എല്ലാ ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു മഞ്ഞ കളർ ഐഡിയ ആയിട്ട് ഇഷ്ടം തോന്നുന്നു കേട്ടോ. മഞ്ഞ കളറിൽ നല്ല ലൈൻ ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല ഭംഗിയായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പ്രകാശം, നല്ല പ്രകാശമൊക്കെ ഉണ്ടാകാൻ വേണ്ടി ചില ദിവസം നമുക്ക് ഭയങ്കര ഡള്ളായിരിക്കും. ആ സമയത്ത് നമുക്ക് നല്ല പ്രകാശം, നല്ല ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ആ ബെഡ്ഷീറ്റ് മാറ്റുക, കുഷൻ കവർ മാറ്റുക, അതാ ചട്ടിയെടുത്ത് മാറ്റുക. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇല്ല നല്ലൊരു സന്തോഷം ഉണ്ടാകും കേട്ടോ. ഈ ടെൻഷൻ പിടിച്ച് സോഫയുടെ കോർണറിൽ ഇങ്ങനെ കൂടി ഇരുന്ന് കഴിഞ്ഞാലേ ടെൻഷൻ മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷം കിട്ടും കേട്ടോ. ചില ദിവസം മൂടിയാണ്, ഭയങ്കര മടിയാണ്. അതൊന്നും ഒരു തെറ്റല്ല കേട്ടോ. എന്നാലും നമ്മൾ കുറേ നേരം ഇല്ലേ ഈ പൊട്ടത്തരങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നല്ല മിടുക്കരായിട്ട് എല്ലാം നന്നായി ചെയ്യണം കേട്ടോ. എന്നാലേ രസമൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു പില്ലോ കവറുള്ള നല്ലൊരു ബെഡ്ഷീറ്റ്, ലൈറ്റ് വെയിറ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. പിന്നെ അടുത്ത കാണിക്കുന്ന ഷീറ്റ്, ഇതിന്റെ പല കളേഴ്സ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചായിരുന്നു. അപ്പോൾ ഓരോ ഷീറ്റ്സ് വിരിച്ചിട്ട് കാണിക്കുവാ ഞാൻ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇതിന്റെ എല്ലാ റേറ്റും നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കണം. നല്ല ഭംഗിയായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ, അതായത് ഗിഫ്റ്റ് കൊടുക്കാനും കൊള്ളാം, നമ്മുടെ വീട്ടിലും ഇത് യൂസ് ചെയ്യാം. വളരെ നല്ലൊരു ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ടുള്ള സോഫ്റ്റ് കോട്ടന്റെ ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇനിയുള്ളത് ഈ ഒരു ഷീറ്റിന്റെ പില്ലോ കവറാണ്. നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇനിയുള്ള പ്രിന്റ് അതായത് ഓരോ ചെക്കാണ് കേട്ടോ. ഈ ചെക്കിന് ഓരോ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതെല്ലാം വെറൈറ്റി അല്ലേ, നല്ല രസമില്ല. ഒരു ചെക്കിനകത്ത് ഒരു പൂവ്, ഒരു ചെക്കിനകത്ത് ലൈന്, ഒരു ചെക്കിനകത്ത് കുത്ത്. അതായത് നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് മനുഷ്യരാണ്. ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവമാണ്. അതുപോലെയാണ് നമ്മുടെ ബെഡ്ഷീറ്റിൽ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇല്ലേ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഒരു മുരടിമാരായിപ്പോയതും ആട്ടോ അത്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാം, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണം, നല്ല സന്തോഷത്തോടെ ഇരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം,
പിന്നെ ഉണ്ടല്ലോ നല്ല കൂട്ടുകാരെ കൂട്ടണം. ആ നല്ല കൂട്ടുകാരെ കൂട്ടണം എന്ന് പറയുമ്പം ചില കൂട്ടുകാർ നമ്മുടെ അഡ്വാൻറ്റേജ് എടുക്കുവേ. അപ്പം നമ്മളത് നോക്കി കണ്ടൊക്കെ കൂട്ടൊക്കെ കൂടണം കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് കരയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയട്ടെ, ചില ആൾക്കാർ നമ്മളെ ശരിക്കും പറ്റിച്ചിട്ട് പോവേ. അപ്പം നമ്മൾ പേടിക്കണ്ട. അതെന്താണെന്നറിയോ, നമ്മുടെ കഴിവില്ലായ്മയാണ് അവർ നമ്മളെ പറ്റിക്കുന്നത്. അത് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യണം. അത് അവരുടെ കുറ്റമല്ല, അവർ സ്മാർട്ടാണേ. അപ്പം നമ്മളെ സൂക്ഷിക്കണം. എല്ലാ രീതിയിലും നമ്മളെ സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ വരത്തുള്ളേ. ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസിനകത്ത് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ ആൾക്കാരൊക്കെ ഇതുപോലെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. നമ്മൾ ഇവിടെ കുറേ വിഷമങ്ങളും കുറേ ദുഃഖങ്ങളും കുറേ സന്തോഷങ്ങളൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണുവാണല്ലോ. അപ്പം നമുക്ക് നല്ലതാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള കുറേ ആൾക്കാരെ കാണുമ്പോൾ അടിപൊളിയല്ലേ. പിന്നെ ഇനി അടിപൊളി ബെഡ്ഷീറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ഷീറ്റ് ഇതിന് മുമ്പ് ഇതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്നാണ്. അതെയോ വിരിച്ചതാണോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും സൂപ്പർ ബെഡ്ഷീറ്റാട്ടോ. അതായത് മഞ്ഞ കളറിൽ കുഞ്ഞി പൂക്കൾ ഓണം ആകുമ്പോഴത്തേനും തീമായിട്ട് വിരിക്കാൻ പറ്റുന്ന ഷീറ്റാട്ടോ. അതായത് എല്ലാ കളറുണ്ട്. അതൊരു അത്തപ്പൂ ഇട്ട പോലെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് വൈറ്റിനകത്ത് വലിയ പൂക്കൾ ഉണ്ടുകൊണ്ട് ഈ കുരുകുരാന്ന് മനസ്സിൽ കണ്ണിനൊരു പിപ്പിരി ഒന്നും തോന്നത്തില്ല. അത് ഞാൻ എടുത്തു പറയാം. ഇത് വിരിച്ചിട്ട ഫോട്ടോ അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ. നല്ല രസമില്ല ഇത് കാണാൻ. ഇതിൻ്റെ കൂടെ ഒരു മഞ്ഞ കുഷ്യൻ കവറോ അല്ലെങ്കിൽ വെള്ള കുഷ്യൻ കവറോ വെച്ച് സെറ്റ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മറ്റുള്ളവർ വിഷമിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല മിടുക്കരായിട്ടിരിക്കണം. മാഗ്നസ്കേപ്സ് കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. മാഗ്നസ്കേപ്സ് വരേണ്ട വഴിയുണ്ടല്ലോ, വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയിൽ വരുമ്പോഴും നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ സെക്കൻഡ് ഗേറ്റ് ആണ് മാഗ്നസ്കേപ്സ്. ഫ്രണ്ടിൽ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉണ്ട്, ബാക്കിൽ ഒരു 32 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ കട ഞായറാഴ്ച രാവിലെ 10 മണി 5 മണി വരെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. താങ്ക് യു.